കാണിക്കുന്നത്? ലുക്ക്, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. പറയാനുള്ളത് മുഴുവൻ ഇദ്ദേഹത്തോടാണ്. വീരശൂര പരാക്രമിയായ പരമേശ്വരനോട്. പരാക്രമം മാത്രമല്ല, ചോദിക്കുന്നത് എന്തും കൈവെള്ളയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പോന്ന വരശക്തി കൂടിയുണ്ട് പരമേശ്വരന്, അല്ലേ? ഹരികൃഷ്ണൻ ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്റെ ഉണ്ണിയാണ്. എന്റെ ഉണ്ണിയുടെ ജീവൻ സംഹരിച്ച കൈകൊണ്ട് തന്നെ തിരിച്ചു തരാൻ ശേഷിയുണ്ടോ അതെനിക്ക്? ഇല്ല, സൃഷ്ടിയല്ല, സംഹാരമേ പറഞ്ഞിട്ടുള്ളൂ പരമേശ്വരന്. എടോ, ഈ പീറ പിള്ളേരുണ്ടല്ലോ, ഇവരുടെ ഉശിര് കണ്ടിട്ടാ താനിതിന് ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ കഷ്ടം. ഒന്ന് ഞൊടിച്ചാ മതി, ഇതുപോലൊരു 1000 എണ്ണം വരെ ഈ പരമേശ്വരന്റെ കൂടെ. അറിയാം, എന്തിനും മടിക്കാത്ത പരമേശ്വരന്റെ ഭൂതഗണത്തെക്കുറിച്ചും അറിയാം. ഇന്നലെ ഉണ്ടായല്ലോ തേർവാഴ്ച. എടോ, ഈ കൂലിക്ക് തല്ലാൻ നിൽക്കുന്നവന്റെ കൂറ് തന്നെ എപ്പോഴും അങ്ങ് പൊതിഞ്ഞു പിടിച്ചോളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് തെറ്റാ. വെരി ബിഗ് ബ്ലണ്ടർ. അതൊന്ന് ബോധ്യപ്പെടുത്താനാണ് തന്നെ ഇപ്പൊ ഇവിടെ തടഞ്ഞു നിർത്തിയത്. ഇനി പോവാം. ഇനി കൂടുതൽ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അതിങ്ങനെ പെരുവഴി വെച്ച് വേണമെന്നില്ല. ഹരിക്കെന്റെ വീട്ടിലേക്ക് വരാൻ ധൈര്യമായിട്ട് ആരും ഒന്നും ചെയ്യില്ല. വേണ്ട, നമ്മൾ തമ്മിലുള്ള കണക്കുകൾ തുടങ്ങുന്നത് പെരുവഴിയിൽ വെച്ചാണ്, തീരുന്നതും അങ്ങനെ തന്നെ മതി. ഗുഡ് നൈറ്റ്. സംശയം ബാക്കിയുണ്ടല്ലേ? ഞാനെടുത്ത നെഗറ്റീവ്സ് മുഴുവനും നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ ശരിയാണ്, ബട്ട് ദാറ്റ് ഫീലിംഗ് സ്റ്റിൽ ഹോൺസ് മീ. ഇതിപ്പോ 2ാം തവണയാണ് ആ അലിയും മുരുകനും നമ്മളെ ഫോളോ ചെയ്യുന്നത്. ആദ്യം ഹോസ്പിറ്റലിൽ, പിന്നെ കോളേജിൽ. അവരെന്തിന് ഇങ്ങനെ ബോധേഡാവുന്നത്? ജിപിക്ക് വേണ്ടി. അപ്പോ ജിപിക്ക് എന്തോ മറച്ചു പിടിക്കാനുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്, അല്ലേ? എന്തെങ്കിലും ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കിയിട്ടുള്ളത് അലിയും മുരുകനും തന്നെയായിരിക്കണം. അതെനിക്ക് ഉറപ്പാണ്. അന്ന് മീരയെടുത്ത ഏതെങ്കിലും ഫോട്ടോയിൽ അതിനൊരു തെളിവ് കാണുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നു. ഒരുതരം സിക്സ്ത് സെൻസ് അല്ലേ? ഓക്കെ, ഇഫ് യു ആർ സോ ഷുവർ, നമുക്ക് മുഴുവൻ നെഗറ്റീവ്സും ഒന്നുകൂടെ സംഭവം നടക്കുമ്പോ ഉണ്ണിയുടെ ചുറ്റും ജിപിയുടെ ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഒരുപക്ഷെ ഇത് ഉപകരിച്ചേക്കാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും മോട്ടീവ്സ് ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ഇത് പോരല്ലോ. ഏതെങ്കിലും കോടതി ഇതൊരു തെളിവായി അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹരീഷൻ. വേറെ ഏതെങ്കിലും ലെവലിൽ? അതെ, അങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മുടെ മുന്നിലുണ്ട്. ജിപിയുടെ ഗുണ്ടകളെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ ഇത് മതിയായ കാരണമാണ്. ബട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഞാൻ പോരാ. കമ്മീഷണറുടെ കളികൾ ഹരിക്കറിയാലോ. കുറച്ചുകൂടെ തലപ്പത്തുള്ളവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഹരിക്ക് വിശ്വാസക്കുറവില്ലെങ്കിൽ ഞാൻ ഇതുമായി ക്രൈംസ് DIG ഒന്ന് കാണാം. ഹീസ് എ ജസ്റ്റ് ഓഫീസർ. ഒരുപക്ഷെ കേസിന്റെ അന്വേഷണത്തിന് ഒരു വഴിത്തിരിവുണ്ടായിക്കൂടുന്നില്ല. യെസ്, എനിക്ക് വിശ്വാസമാണ്. താങ്ക് യു. അവളൊരു വല്ലാത്ത പെണ്ണാണ്, മിടുക്കി. പക്ഷേ നല്ല വഴിക്ക് പോവില്ല. അവളുടെ കയ്യിൽ ഇനിയും ഇതുപോലത്തെ ഫോട്ടോസ് കാണും, ഒരുപക്ഷെ നെഗറ്റീവ്സ് പോലും. അവളുടെ ഒരു ലൈൻ വെച്ച് നോക്കുമ്പോ
മുഴുവനും ഹരീഷിന്റെ കയ്യിൽ കൊടുത്തെന്ന് വിശ്വസിക്കുകയൊന്നും വേണ്ട. നല്ല ഒന്നാന്തരം കള്ളിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിതിപ്പോ അങ്ങോട്ട് ഏൽപ്പിച്ചത് വെറുതെ ആവും. അതെനിക്ക് പാരയാവും. ഏതായാലും ഒന്ന് അരിച്ചു പറക്കുന്നതാ നല്ലത്. സഹായം ആവശ്യമുള്ളപ്പോ ജോണിക്ക് ഇനിയും എന്നെ സമീപിക്കാം. മറ്റു രാഷ്ട്രീയക്കാരെ പോലെ കാണണ്ട. ഐ എം ഓൾവേസ് ദയർ. താങ്ക് യു. വരട്ടെ, കാണാം. ഒരു പോലീസ് നായുടെ മിടുക്കുണ്ട് ആ പത്രക്കാരി പെണ്ണിന്. പക്ഷെ മണം പിടിച്ച് കയറുന്നത് ഏത് കെണിയിലേക്കാണെന്ന് അവൾക്കറിയില്ല. അമ്മോ, ഇതെവിടെ പോയി? സുപ്രഭാതം, ഒരു അഭ്യുദയകാംക്ഷി. Morning. May I come in? മീര വല്ലാതെ ഭയന്നിരിക്കുന്നല്ലോ. ഇല്ല, തൽക്കാലത്തേക്കൊന്ന് ഞെട്ടിക്കാനേ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ദാറ്റ് ഈസ് ക്യൂട്ട്. വല്ലാത്ത ഗട്ട്സ് ഉണ്ടല്ലോ മീരയ്ക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയാം. ASP ജോൺ വർഗീസിനെ ഏൽപ്പിച്ച ഫോട്ടോസും നെഗറ്റീവ്സും ഭദ്രമായി എന്റെ കയ്യിലെത്തി. നന്ദി. ആ ഇനത്തിൽ ഇനിയും എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട്. വില എന്താണെന്ന് മീരയ്ക്ക് തീരുമാനിക്കാം. വേണ്ട, ഗെറ്റ് ഔട്ട് എന്ന് പറയാനാണ് ഉദ്ദേശം. അറിയാം. സുവിശേഷങ്ങളിൽ വായിച്ചിട്ടുണ്ട്. വിളഞ്ഞ ചോളവയലിന്റെ നിറവും ലോകനാരികൾ പോലെ തഴച്ച മുടിയുമുള്ള പെൺകിടാങ്ങളെ കുറിച്ച്. മനോഹരമായ ഈ ശരീരം നഗരത്തിലെ ഏതെങ്കിലും ഒരു അഴുക്കുചാലിൽ വീർത്ത് വികൃതമായി പൊന്തിക്കിടക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനേ വയ്യ. ഇനി ഈ പടി ചവിട്ടുമ്പോ എന്റെ കയ്യിൽ ഒരു റീത്ത് ഉണ്ടാവരുതെന്ന് ആഗ്രഹമുണ്ട്. അതിന് മീര എന്നെ സഹായിക്കണം. സഹായിച്ചു പറ്റൂ. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. എന്താ ഇത്? അറിയില്ലല്ലടാ. എവിടെ ഞാൻ നിന്നെ ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫ്? എനിക്കിപ്പോ അത് തിരിച്ചു കിട്ടണം. ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങളിപ്പോ കാണിച്ച തെമ്മാടിത്തരത്തിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പോലീസ് ഓഫീസറെ ശാരീരികമായി ആക്രമിക്കുക, അതും അയാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിച്ചെന്ന്. എ വെരി സീരിയസ് ക്രിമിനൽ ഒഫൻസ്. വല്ലാത്ത മണ്ടത്തരമായി പോയി ഹരീഷ്. നോ, കാക്കി ഉടുപ്പിട്ടാൽ നിന്നെ പോലുള്ള ഏതരപ്പാളിയും മാന്യനായ പോലീസ് ഓഫീസർ ആവും ധരിച്ചു പോയതാണ് എന്റെ മണ്ടത്തരം. ഗുഡ്, വെരി ഗുഡ്. മുൻപൊരിക്കൽ ഇവിടെ വന്ന് എന്റെ മുമ്പിൽ പതുങ്ങിയിരുന്നപ്പോ ഹരികൃഷ്ണൻ ഇത്ര സമർത്ഥമായി സംസാരിക്കാൻ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ലുക്ക്, സംസാരിച്ചിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആ ഫോട്ടോ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു കോടതിയും അതൊരു തെളിവായി സ്വീകരിക്കില്ല. പക്ഷേ ജിപിക്ക് അത് കിട്ടിയത് വലിയൊരു ആശ്വാസമായി. എന്ത് വില വേണമെങ്കിലും തരാൻ അയാൾ തയ്യാറായിരുന്നു. ഗതികേട് കൊണ്ട് ഹരീസ, പെങ്ങന്മാരാറെണ്ണമാണ് എനിക്ക് താഴെ പുറം നിറഞ്ഞിരിക്കുന്നത്.
ഒരു IPS കാരന്റെ പെങ്ങളെ കണ്ട റബ്ബർ വെട്ടുകാരന്റെയും തൂമ്പാ പണിക്കാരന്റെയും കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോ? കൊള്ളാം. ആദ്യം നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു, ഇപ്പൊ സംസാരം കൊണ്ട്. കെട്ടിച്ചയക്കാൻ താഴെ 6 പെങ്ങന്മാരുള്ളവന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. ചൂട് മാറാത്ത ഒരു പെട്ടി നോട്ടുമായി ഇനിയും വരും പരമേശ്വരന്മാര്. എന്ത് വിലയും തരാമെന്ന് പറഞ്ഞ് അവർ മോഹിപ്പിക്കുമ്പോ കൂടെ പറന്ന പെങ്ങന്മാരുടെ മാനമെടുത്ത് അവർ കൊടുക്കരുത്. എന്ത് പറയാ പട്ടി? നീ ഒരു 3-ാം കിട കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന്. നാസ്റ്റി തേർഡ് റേറ്റ് പിംപ്. കൈതാത്തുറ. ആണത്തോ അഭിമാനവും വിറ്റു നിന്ന് നിന്നെ പോലുള്ള ചെറ്റകൾക്ക് ആരുടെ നേരെയും കൈയോങ്ങാനുള്ള അവകാശമില്ല. ഡൽഹിയിൽ ഇന്ന് സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യവസായികളുമായി നടത്തിയ ചർച്ചകൾക്കിടയിലാണ് മന്ത്രി ഈ വിവരം വെളിപ്പെടുത്തിയത്. ഏറ്റവും നല്ല തൊഴിലാളി പ്രവർത്തകനുള്ള പ്രഥമ CP രാമൻ മേനോൻ അവാർഡിന് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് ശ്രീ G പരമേശ്വരൻ അർഹനായിരിക്കുന്നു. അന്തരിച്ച ദേശീയ നേതാവ് ശ്രീ CP രാമൻ മേനോന്റെ ഓർമ്മയ്ക്കായി CP സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡ് പൊതുപ്രവർത്തന രംഗത്തെ വിഖ്യാത സേവകരെ ആദരിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ അവാർഡ് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ശ്രീ K ഗോവിന്ദമേനോൻ സമ്മാനിക്കും. തനിക്ക് ലഭിക്കുന്ന അവാർഡ് തുക ഉണ്ണികൃഷ്ണൻ സ്മാരക സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നതിന് വിനിയോഗിക്കുമെന്ന് ശ്രീ പരമേശ്വരൻ ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചു. പ്രൊഫഷണൽ കോളേജ് സമരത്തോടനുബന്ധിച്ച് സ്വന്തം ആൾക്കാരെ വിട്ട് ആ കൊച്ചനെ കൊല്ലിച്ചിട്ട് ഒടുവിൽ അവന്റെ പേരിൽ സ്കോളർഷിപ്പും സമ്മതിച്ചിരിക്കുന്നു. ഓ, വല്ലാത്തൊരു ജന്മം തന്നെ. പട്ടാപ്പകലെ 100 കണക്കിന് പിള്ളേരുടെ മുന്നിലിട്ടാ ഞാനവനെ തീ വെച്ച് കൊല്ലിച്ചത്. എന്നിട്ട് ഒരുത്തനും എന്നെ ഒരു പുല്ലും ചെയ്തില്ല. ഇപ്പോ എന്റെ പേരിൽ കൊലക്കുറ്റം സ്ഥാപിച്ചു കിട്ടാൻ അന്വേഷണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരുത്തൻ, ഒരു ഹരികൃഷ്ണൻ. ഇനി അവനാ എന്റെ ഇര. സമയം വരുമ്പോ ദൈവം പോലും അറിയാതെ അവനും തീരും. ഉണ്ണി മരിച്ചതിന്റെ പേരിൽ എന്നെ കുറ്റവാളിയാക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെന്ന് GP പറഞ്ഞപ്പോ നിങ്ങളെ മാത്രമല്ല ഉണ്ണിയുടെ ഫ്രണ്ട്സിനെ പോലും ഞാൻ മറച്ചു. ക്യാമ്പസിനെ എല്ലാവരെയും കബളിപ്പിച്ച് ഇങ്ങനെ ഒരുപാട് കാലം GPക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പപ്പന്? പാടില്ല, ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. ആ ഉണ്ണിയുടെ ജീവൻ കുരുതി കൊടുക്കാൻ എന്നെ അയാൾ കരുവാക്കിയത്. ഇനി വയ്യ. പകരം ചോദിക്കാനാണ് ഹരിയേട്ടന്റെ തീരുമാനമെങ്കിൽ ഞാനും ഉണ്ട് കൂടെ. എന്നെ വിശ്വസിക്കാം. പാർട്ടി ഓഫീസിൽ തെറുപ്പ് ബീഡിയും ചായയും വാങ്ങിക്കാൻ നിന്നവനെ തെല്ലും ചെലവും കൊടുത്ത് പഠിപ്പിച്ചതാ ഞാൻ പാർട്ടിയുടെ വക്കീലാക്കാൻ. പപ്പൻ വഴിയുള്ള അടുപ്പമേ ഉള്ളൂ നിനക്കെന്നോട്. നീ ഇപ്പൊ കാണിക്കുന്ന കൂറ് പോലും അവനില്ലാതെ പോയി. നന്ദി കെട്ട ബാസ്റ്റഡ്. വളർത്തിയ കൈകൊണ്ട് തന്നെ നുള്ളിക്കളയാനും GPക്ക് മടിയില്ലെന്ന് അവൻ അറിയണം. ഇന്ന് തന്നെ. ഓക്കെ, നല്ല സെലക്ഷൻ അല്ലേ? ആ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ട് ലാഭം. മിച്ചം കാശിനൊന്നും മിനിങ്ങിയാലോ? അത് ചെയ്തിരുന്നു. അതെ, അവനെന്തിനാ നമ്മളെ തള്ളിയിട്ട്? അറിയില്ല, ഞാൻ പോയി ചോദിച്ചോട്ടോ. വേണ്ട പപ്പ, വേണ്ട പപ്പ, പ്ലീസ്. പപ്പ, നിൽക്കണോ? പപ്പ, വേണ്ട പോണ്ട. പപ്പ നിൽക്ക്. പപ്പ,
എന്താണോ ഇത്? സർ, പപ്പനെ കൊന്ന ആരാണെന്ന് ഇവൻ അറിയാം. എല്ലാത്തിനും സാക്ഷിയാണ് ഇവൻ. ഓ, സാക്ഷിയാണല്ലേ. പപ്പന്റെ കൊലയാളി പോലീസിൽ നേരിട്ട് ഹാജരായി. അവൻ കുറ്റവും സമ്മതിച്ചു. പൂർവ്വ വൈരാഗ്യം. ഈസ് ഇൻ റിമാൻഡ് നൗ. സർ, നിങ്ങൾ സത്യം അറിയാതെയാണ്. ഞാൻ പറയിക്കാൻ അവനെ കൊണ്ട് പട്ടി. സത്യം തെളിയിക്കാൻ നീ ആരാണ്? CBI അതോ ഇന്റർപോളോ? നിയമം നടത്താൻ നീയൊക്കെ മതിയെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ വേഷമിട്ട് നടക്കുന്നത്? വാമ്പക്കോ. സർ, ഞാൻ പറയുന്നത് നീയൊന്നും പറയണ്ട. എന്താണോ നോക്കിയേക്കുന്നത്? പിടിച്ച് പുറത്ത് കളി തന്തയില്ലാത്ത കൊല്ലും ഞാൻ. അനങ്ങി പോരുത്. തന്തയില്ലാത്തവൻ. അവനവനെ ജനിപ്പിച്ചവനോട് തന്നെ പുച്ഛം തോന്നുമ്പോ ആരെയും മുഖത്ത് നോക്കി തന്തയില്ലാത്തവനെന്ന് വിളിക്കാം, അല്ലടാ? ഓർമ്മയുണ്ട്, മുമ്പൊരിക്കൽ ഇവിടെ വന്ന് തന്റെ മുമ്പിൽ ഇരുന്ന് വന്നപ്പോ ഉതിർന്നു വീണ തിരുമൊഴികൾ എന്റെ അനിയനെ കുറിച്ച്. യെസ്, ഹി വാസ് എ തേർഡ് റേറ്റ് മോബ്സ്റ്റർ, എ റിയൽ പെയിൻ ഇൻ ദ ഡാഷ് ഫോർ ദി എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ഹി ഗോട്ട് ദ ഡെത്ത് ഹി ഡിസേർവ്. അവൻ അർഹിച്ച മരണമെങ്കിലും അവന് കിട്ടി. വാട്ട് ഡു യു ഡിസേർവ്? വണ്ടിക്കടിയിൽ പെടുന്ന തെരുവ് പട്ടിയുടെ മരണം പോലും താൻ അർഹിക്കുന്നില്ല. You are a bloody pain in the dash for the entire society. പണവും പ്രതാപവും ഉള്ള സകല ചെറ്റയ്ക്കും പറയാൻ കൊള്ളാത്തടം കഴുകി കൊടുക്കുന്ന തന്റെ ഈ കൈയുണ്ടല്ലോ, ഇത് സെല്യൂട്ട് ചെയ്യാനേ കൊള്ളൂ. ഈ കൈ കൊണ്ട് ഉരുട്ടി തിന്നുന്ന ചോര തന്റെ ശരീരത്തിലോടുന്ന ചോര തിരിച്ചു തല്ലാനുള്ള വീര്യം ആണുങ്ങൾക്കുള്ളതാ. അത് തന്റെ ഈ ചോരയ്ക്ക് പറഞ്ഞിട്ടില്ല. ഇനിയും തന്റെ ഉണ്ടെങ്കിൽ പറയണോ, എന്നെ പിടിച്ച് ലോക്കപ്പിലിടാൻ, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കാൻ. പ്രതിക്കൂട്ടിൽ കയറിയെന്ന് അന്തസ്സായിട്ട് ഞാൻ വിളിച്ചു പറയും. കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മുഖമടച്ച് തല്ലിയെന്ന്. അത് നാളെ ഇവിടുത്തെ പത്രങ്ങളിൽ അച്ചടിച്ചു വരും. കമ്മീഷണറുടെ വീരസ്യം വായിച്ച് ചിരിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ ഇനിയും മീശ വിരിച്ച് നെഞ്ചും തള്ളിച്ചടക്കാൻ ചങ്കൂറ്റമുണ്ടോ തനിക്ക്? ഉണ്ടെങ്കിൽ പറ, എന്നെ വിലങ്ങ് വെക്കാൻ.